ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗൈസ്, നമ്മളെ കയ്യിൽ അധികം പൈസ ഒന്നുമില്ല, വീടൊന്നുമില്ല. ഗൈസ്, നമ്മൾ എന്ത് ചെയ്യുന്ന ആലോചിച്ചിരിക്കുകയാണ്. നമുക്കാണെങ്കിൽ എവിടെ ഒരു പണിയും കിട്ടുന്നില്ല. ജോബ് കിട്ടുക, ആ പണിയില്ല. എനിക്ക് ജോബ് എന്ന് പറയാനാകെ ഇംഗ്ലീഷിൽ അറിയുള്ളൂ. ഇംഗ്ലീഷ് ജോബ് ഇതേ അറിയുള്ളൂ എനിക്ക്. എന്ത് ചെയ്യാനാ ഗൈസ്. ഗൈസ്, ഇവിടെ ഒരു വീടുണ്ട് കേട്ടോ. ഈ വീട് വെക്കാൻ വെച്ചതാന്ന് ഞാൻ കേട്ടിരുന്നു. നമുക്കിനി ഇതിനെത്ര റേറ്റ് എന്ന് ജസ്റ്റ് ചോദിക്കാം. ചേട്ടാ, ഇതിനെത്ര റേറ്റ് ഈ വീടിന്? എടാ, നിനക്ക് വീട് മേടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ലടാ. അല്ല ചേട്ടാ, എന്നാലും ഇതിൻ്റെ റേറ്റ് ഒന്ന് പറഞ്ഞുതരാൻ നല്ല മര്യാദ അല്ലത്. നീ ഇവിടുന്ന് പോയിക്കേ, നിനക്ക് ഈ വീട് പറ്റില്ല. നിന്റെ വസ്ത്രം കണ്ടിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. അയ്യോ, ചേട്ടന്മാർക്ക് വരെ നമുക്ക് റേറ്റ് വരെ അവർ പറഞ്ഞു തരുന്നില്ല കേസ് വീടിൻ്റെ. അയ്യോ കൈസ്, അറിയാതൊരു വണ്ടി പോയി കുത്തി. ഡാ മര്യാദക്ക് ഇതിൻ്റെ പൈസ എന്നിട്ട് പോയാൽ മതി. അയ്യോ, പൈസയോ? ഇവിടുന്ന് വേഗം പോവുക കൈസ്. 5 പൈസ ഇല്ല, അതറിയാം നിനക്ക്. ഞാനവിടെ കുടുങ്ങിയിരിക്കുക. അപ്പോഴാണ് അവന് ഞാൻ പൈസ കൊടുക്കുന്നത്. ഇത് പോയടാ അവിടുന്ന്. അല്ല പിന്നെ, എൻ്റെ കയ്യിൽ വരെ പൈസ ഇല്ല, പിന്നെ അവന് ഞാൻ എന്തിനു കൊടുക്കുന്നത്? നമുക്ക് ഇവിടുന്ന് വേഗം പോവുക കൈസ്, അതാ നല്ലത്. ഈ ദേശത്തെ നിൽക്കണ്ട. ഒരു മിനിറ്റ്, ഇതെന്തത്? ആരടാ അവിടെ വണ്ടി വിളിച്ചിരിക്കുന്നത്? നമുക്കിത് ചാടിച്ചു പോവാ. ഡാ നിക്കടാ. ആരോ പുറകുന്ന് വിളിച്ചല്ലോ. ഓ, ആരാണാവോ? എന്താ ചേട്ടന്മാരെ? ഡാ, ഞങ്ങളവിടെ വണ്ടി നിർത്തിയത് നീ കണ്ടില്ലേ? ഞങ്ങൾ പിരിവിന് വന്നാ. ഞങ്ങൾ നിർത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ നിൽക്കണം. ഞങ്ങളെ മറികടന്ന് പോയിട്ടുണ്ടല്ലോ. അപ്പം നിന്റെ വിവരം അറി നീ. എന്താ ചേട്ടാ, എനിക്ക് പോകാനില്ല. എൻ്റെ ആകെ ഒരു സൈക്കിളേ ഉള്ളൂ. പിന്നെ എന്ത് എനിക്ക് ഞാൻ അതും കൂടിയും തരണം? സൈക്കിള് തരണം നിനക്ക് ഞാൻ? വേണ്ടി വന്നാൽ നിന്റെ സൈക്കിൾ എടുക്കും, നിന്റെ ബനിയനും ചട്ടി ഊരി എടുക്കടാ ഞങ്ങള്. ചട്ടി ഒന്നാ? ചേട്ടാ, എന്താണ് ചേട്ടന്മാരെ, ഞാൻ നിങ്ങളുടെ അടുത്ത് എന്ത് തെറ്റാ ചെയ്ത്? എന്നാ പിടിച്ചോ. ഇത് തല്ലുകൊള്ളുന്നതിനൊരു അതിരുണ്ട് കേട്ടോ ചേട്ടന്മാരെ. ഓഹോ, എന്നാ നിന്നെ നിന്ന് ഞാൻ വെറുതെ വിടില്ലടാ. ആ, തല്ലുകൊള്ളുന്നതിന് എനിക്കൊരു അതിരുണ്ടല്ലോ. നിങ്ങൾക്ക് മാത്രമേ ഇതൊക്കെ ഉള്ളൂ എന്ന് വിചാരിച്ചേക്കുക. അയ്യോ, എടാ, നീ എൻ്റെ ആളുകളെ അടിച്ച് കൊല്ലുമല്ലോടാ. ആ, കൊല്ലും. ഞാൻ അടിച്ചിടും. ചേട്ടനെ വരെ അടിച്ചിടും. ചേട്ടാ, വെറുതെ സീനുണ്ടാക്കാതെ പോ ചേട്ടാ. എടാ നീയേ, ആ, എന്നാ പിടിച്ചോ ചേട്ടാ. നിന്നെയൊക്കെ വെറുതെ വിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടുത്തെ നാട്ടുകാർക്ക് ജീവിക്കാൻ പറ്റൂല. അല്ല പിന്നെ പാവപ്പെട്ടവരെ പിഴിഞ്ഞ് ജീവിക്കുന്നവർ ചെറ്റകൾ. അല്ലാന്ന് വലിയ ഗുണ്ടകളാ പോലും. ഗുണ്ടകളായാലും ആ പണിക്കൊരിതില്ലടാ. ഗൈസ്, എന്തായാലും ഇനി നമുക്ക് ഈ താമസ സ്ഥലം മീൻസ് ഇത് നമ്മളൊരു വെറുതെ ഇവിടെയാണ് സൈക്കിളൊക്കെ പാർക്ക് ചെയ്തിട്ട് ഈ മറവില നിൽക്കുക. മഴ പെയ്തിട്ടുണ്ടെങ്കിലേ എന്തായാലും ഇതാവാതിരിക്കാൻ. അയ്യോ, ആരാ നിങ്ങളൊക്കെ? നീ കുറച്ചു മുന്നേ എൻ്റെ ആളുകളെ അടിച്ചിട്ടിരുന്നല്ലോ. ഞാനാടാ അവരുടെയൊക്കെ വലിയ ബോസ് അലക്സ്. ഓ, നിങ്ങളാണല്ലേ അവരുടെയൊക്കെ മൊത്തത്തിൽ ബോസ്. അതേടാ, നീ എന്തിനാടാ എൻ്റെ ആളുകളെ വെറുതെ തല്ലാൻ പോകുന്നത്? ചേട്ടാ, അവന്മാർ ഇങ്ങോട്ടാ തല്ലാൻ വന്ന്. വെറുതെ അങ്ങോട്ട് പോയതൊന്നുമില്ല ചേട്ടാ. നീ വല്ലാതെ ചിലക്കല്ല മോനെ. ഓഹോ, എന്ന് ഞാൻ ചിലപ്പിച്ചേരാ ചേട്ടാ. എന്നാ പിടിച്ചോ. ചേട്ടൻ്റെ ആളിതാ അവിടെ വണ്ടി കിടക്കുന്നത്. അയ്യോ, നിന്നെ വെറുതെ വിടില്ലടാ. എന്ത് വെറുതെ വിടില്ല? നീ മഴയത്ത് കിടന്ന് നീ ചാവും വെള്ളം കയറിയിട്ട്. ഗൈസ്, ഇവിടെ അവൻ്റെ ജി വാഗൺ ഉണ്ടായിരുന്നുണ്ട്. നമുക്ക് എന്തായാലും ജി വാഗൺ എടുക്കാം. അല്ല പിന്നെ, അവൻ്റെ ഒരു ജി വാഗൺ ഇതെടുത്ത് നമുക്ക് പോകാം. ഗൈസ്, എനിക്കാണെങ്കിൽ ഒരു പണിയും കിട്ടുന്നില്ല. നമുക്കിവിടെ ഗുണ്ടാപണി ചെയ്ത് ജീവിക്കുക. അങ്ങനെയെങ്കിൽ അങ്ങനെ ജീവിക്കുക ഗൈസ്. പൈസ ആണല്ലോ, പൈസ ഇല്ലാതെ ഒരു കളിയില്ല. ഒരു കാര്യം ചെയ്യാം, ഇത് തന്നെ എൻ്റെ അടുത്ത പണി. മാറിക്ക്. ഇത് പിന്നെ എൻ്റെ പേരിലുള്ള വണ്ടിയൊന്നും അല്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല ഗൈസ്. ഇടിച്ചോ, എത്ര വേണമെങ്കിലും നമുക്ക് ഇടിച്ച് വിളിച്ചു പോകാം ഗൈസ്. ഇവിടെ ഒരു ഗുണ്ടാ ബേസ് ഉണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാം. എന്നിട്ട് അവരെയും കൂടി കീഴ്പ്പെടുത്താം. എടാ ഗുണ്ടകളെ, ഇറങ്ങി വാടാ എല്ലാവരും, ഇറങ്ങടാ. എടാ പിച്ചക്കാരാ, എന്നാ 10 രൂപ ഇതും കൊണ്ട് പോടോ. പിച്ചക്കാരനോ? ഇത് നിന്റെ തന്തക്ക് കൊണ്ടേ കൊടുക്കടാ 10 രൂപ. ഡാ അപ്പനെ വിളിക്കുന്നോടാ. മര്യാദക്ക് നിന്റെ കൂടെ ഉള്ളവരെ വിളിച്ചിറക്കടാ. പറ്റില്ല, മര്യാദക്ക് നീ ഇവിടുന്ന് പോയിക്കോ. പിച്ചെടുക്കാൻ വന്ന പിച്ചെടുത്ത് പോയിക്കോണം. ഡാ ഉണ്ടാക്കല്ലേ. മര്യാദക്ക് ഇവിടുന്ന് പോകുന്നത് എനിക്ക് നല്ലത്. നിന്നോട് ഞാൻ എപ്പോഴും പറയാം, നിന്നെ വെറുതെ വിടില്ല ഇനി നീ ഇവിടെ കിടന്ന് കളിച്ച. എന്താണ്? അയ്യോ, എന്നെ രക്ഷിക്കടാ. ഡാ, നീ ഞങ്ങളാളുകളെ കയറി തൊടാൻ വന്നോ? ഇവിടെ കയറി ആളുകളെ തൊടാൻ വന്നു നീ? ഞാൻ തൊടും. നീയൊക്കെ ആരാടാ? ആണാണെങ്കിൽ തടയടാ. ഡാ, വേണ്ട കേട്ടോ, ഇവിടുന്ന് പോയിക്കോ. ഞങ്ങളല്പം പെശക. പോയില്ലെങ്കിൽ എന്ത് ചെയ്യും? പോയില്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? നിന്നോടല്ലടാ ഇവിടുന്ന് പോവാൻ പറഞ്ഞ്. എന്നോട് ഇവിടുന്ന് പോവാൻ പറയില്ലേ നിങ്ങൾ? ചാവങ്ങട്ട് ചാവ്. അല്ല പിന്നെ,
ഗായ്സ് ഇനി നമുക്ക് എന്തായാലും ഇവന്മാരുടെ വീട്ടിൽ കയറാം കേട്ടോ. ഇവന്മാരൊക്കെ വെള്ളം കയറി ചത്തോളും ഗായ്സ്. തൊള്ളയിലും മൂക്കിലൊക്കെ വെള്ളം കയറി ചത്തോളും. നമുക്ക് എന്തായാലും ഇവരെ വീട്ടിൽ കയറാം. ഇവിടെ എന്തായാലും വെപ്പൺസ് ഇല്ലാതിരിക്കൂല. വെപ്പൺസ് ഒരു ഡ്രസ്സ് എന്തായാലും നമുക്ക് എടുത്തിടണം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വെപ്പൺസ് എന്തായാലും നമുക്ക് ആവശ്യം വരും. കാരണം നമ്മളെ കൊല്ലാനൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഗൈസ് എന്തായാലും ഇവിടുന്ന് ഒരു ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറച്ച് വെപ്പൺസും ഗൈസ് കിട്ടിയത് പിസ്റ്റളിൽ AK-47 ഒരു ഗണ്ണ്, RPG സ്നൈപ്പർ, സ്റ്റിക്കി ബോംബ്, പിന്നെ ഒരു മിനി ഗണ്ണ്. ഇത്രയും വെപ്പൺസ് നമ്മളെ കയ്യിലുണ്ട്. ആര് വന്നാൽ പട്ടച്ചണ്ട് വിടും. അയ്യോ ഇവിടെ താറുണ്ടല്ലോ. കുഴപ്പമില്ല, കിട്ടിയതല്ലേ, വെറുതെ കിട്ടുന്നതല്ലേ. ഇതൊക്കെ എടുത്ത് അങ്ങോട്ട് പോവുക ഗൈസ്. ഞാൻ പിന്നെ ഇത് നമുക്ക് എന്തായാലും ബേസ് ആക്കണ്ട ഗൈസ്. ഇത് പണ്ടത്തെ ലൊക്കട ബേസാണ്. നമുക്ക് ഈ ബേസ് വേണ്ട. നമ്മൾ പുതിയൊരു വീട് മേടിച്ചിട്ടുണ്ട്. അത് ഇവിടെ തന്നെയാണ്. ആ ബേസ് അത് ഞാൻ ബേസ് ആക്കാൻ പോവുകയാണ്. നേരെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന വീടില്ലേ, ഈ വീട് തന്നെ മരമൊക്കെ ഉള്ള അതാണ്. ഇത് തന്നെ ഗൈസ്. ഇവിടെ കുറച്ച് വണ്ടികൾ വരാണ്ട് കേട്ടോ. വണ്ടികളും പിന്നെ ആളുകളൊക്കെ വരാണ്ട്. നമ്മളെ കുറച്ച് വണ്ടികളും കൂടി വരാനുണ്ട്. മഴ കുറവുണ്ടല്ലോ. ഓക്കെ, മഴ കുറഞ്ഞിട്ടുണ്ട്. കുറച്ച് വണ്ടികളും കൂടി വരാണ്ട്. ഇപ്പോൾ ടോട്ടറൊക്കെ വരും എന്നാണ് പറഞ്ഞത് കേട്ടോ നമ്മളോട്. എന്തായാലും വെയിറ്റ് ചെയ്യന്നെ ഗൈസ്. ഓക്കെ. അയ്യോ ഇവന്മാർ വണ്ടി ഇവിടെ ഇങ്ങനെയാണോ ഇറക്കിയിട്ട്? നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് നേരാവണ്ണം പാർക്ക് ചെയ്യുക ഗൈസ്. ഓക്കെ, ഇവിടെ ഫുള്ള് നേരാവണ്ണം പാർക്ക് ചെയ്ത് നമ്മുടെ ഡിഫൻഡറിന് ബ്ലാക്ക് കളർ അടിച്ചു കേട്ടോ. പിന്നെ ഒരു വണ്ടിയും കൂടി എക്സ്ട്രാ വന്നിട്ടുണ്ട്. നമ്മുടെ ആളുകളൊക്കെ ഇപ്പോൾ വരും എന്നാണ് ഇപ്പോൾ പറഞ്ഞത് കേട്ടോ. നമുക്കൊരു വലിയ ഗ്യാങ് തന്നെ ഉണ്ടാക്കാം. ഓക്കെ ഗായ്സ്, നമ്മളെ ആളുകളൊക്കെ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഗ്യാങ്. ഇനി നമ്മളിവിടെ കടന്ന് വേലസും ഗായ്സ്. ഇതിൻ്റെ തുടർ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ പാർട്ട് 2 വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടെ. നിങ്ങൾ എന്തായാലും ചെയ്തോ. നമ്മൾ വീണ്ടും ഗുണ്ടായിസായിട്ട് ഇറങ്ങും, നിങ്ങൾ കമൻറ്റ് ചെയ്താൽ. അപ്പോൾ വീഡിയോ അടച്ചു അതിൻ്റെ പേയാണ്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ്. പുതിയ വീഡിയോ ആയിട്ട് കാണാം. ഗുഡ് ബൈ.